ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ നമ്മൾ ടൂൾസ് എന്ന് പറയാറുള്ള എന്തിനാണ്? നമ്മളിപ്പം ഏതെങ്കിലും വർക്കേഴ്സ് വരുമ്പോഴൊക്കെ പറയില്ലേ അവരുടെ ടൂൾസ് എന്ന് പറയും. ഇപ്പം കാർപ്പൻറ്റർ വരികയാണെങ്കിൽ കാർപ്പൻറ്ററിന് അവരുടെ ടൂൾസ് ഉണ്ടാവും, ഒരു ഡോക്ടർക്കാണെങ്കിൽ ഡോക്ടറിൻ്റെതായ ടൂൾസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രോസസ്സിനായിട്ട് നമ്മൾ മെക്കാനിക്കലായിട്ടാണ് യൂഷ്വലി ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക സോളിഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ പോയിന്റ് ഓഫ് വ്യൂസിൽ നമുക്ക് ടീച്ചറിന് എന്തൊക്കെ ടൂൾസ് വേണം? ബ്ലാക്ക് ബോർഡ് വേണം, ചോക്ക് വേണം, ബുക്സ് വേണം, പെന്ന് വേണം അല്ലെ? സോ ദാറ്റ് ആർ ദ ടൂൾസ് ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷണൽ സിനാരിയോ. അപ്പൊ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഡിഫറൻസ്? ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ തിങ്ങിനെയാണ് പറയുന്നത്. ടെക്നിക് എന്ന് പറഞ്ഞാലോ ഏത് രീതി. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ നടത്താമെന്ന് വിചാരിച്ചു അസസ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പം ആ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. എന്നാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? അത് ടൂളാണ്. ഓക്കെ, സോ അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്, നമുക്ക് ഈ കുട്ടികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരുടെ അസസ്മെന്റ് നടത്താനായിട്ട് നമ്മൾ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൂൾസ് എന്ന് പറയുന്നത്. ആൻഡ് ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നിക് എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് യൂസ്ഡ് ഇസ് കോൾഡ് ആൻ അസസ്മെന്റ് ടൂൾ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഇസ് കോൾഡ് അസസ്മെന്റ് ടെക്നിക്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അസസ്മെന്റ് ടൂൾ? ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. അപ്പം അസസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു മെത്തേഡാണ്. എന്തിനാണ്? നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അസസ്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആ ടെക്നിക്ക് എന്നാണ്. പിന്നെ ആ യൂസ് ചെയ്യുന്ന തിങ്ങിനെ പറയുന്നത് ഇപ്പൊ റേറ്റിംഗ് സ്കെയിലോ ചെക്ക് ലിസ്റ്റോ അങ്ങനെ യൂസ് ചെയ്യുന്ന തിങ്ങിനെ പറയുന്നതാണ് എന്ത്? ടൂൾ എന്ന്. പിന്നെ അസസ്മെന്റ് മെത്തേഡ്സ് എന്താണ്? പലപ്പോഴും വേരി ചെയ്യും. നമ്മൾ ഏത് ക്യാരക്ടറിൽ ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ യൂസ് എന്നുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യും? അസസ്മെന്റും ഡിഫർ ചെയ്യും. ഓക്കെ, ഇനി ജനറൽ ആയിട്ടുള്ള അസസ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അല്ലെങ്കിൽ ടൂൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഒരു നല്ല ടൂൾ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിയണം അല്ലെ? പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. അപ്പൊ ഫീസിബിൾ ആയിരിക്കണം, അതിനൊരു ഇക്വലൻസ് ഉണ്ടാവണം. പിന്നെ പാർട്ടിസിപ്പൻസിനെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പൻസിനെ ഇത് ഉണ്ട്, അല്ലെങ്കിൽ ഇനി ഇതും കൂടി വേണം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ പാർട്ടിസിപ്പൻസിൽ ഉണ്ടാക്കാൻ സാധിക്കണം. ഓക്കെ, സോ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ജനറൽ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള കാര്യങ്ങളാണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വന്നാൽ എന്താണ് ടൂള്, എന്താണ് ടെക്നിക്ക് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു അസസ്മെന്റ് ടൂള് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനൊരു ഇൻട്രോ വെക്കാം. ഓക്കെ, അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യാം. അതായത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് അസസ്മെന്റ് ടൂൾ. ഇമ്പോർട്ടൻസ് എന്താണ്? ഇതാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ തരുന്നത്. എന്തിനെ കുറിച്ച് സ്റ്റുഡൻസിന് എന്തുമാത്രം അറിയാം, എന്തുമാത്രം ഗോൾസ് അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇംപ്രൂവ്മെന്റിന് അവർക്ക് വേസ് ആൻഡ് മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒരു എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ടൂൾ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? വളരെ ആവശ്യം. എഡ്യൂക്കേഷൻ, ടീച്ചിങ് ആൻഡ് ലേണിംഗിൽ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒബ്സർവേഷൻ ഉണ്ട്, സെൽഫ് റിപ്പോർട്ടിംഗ് ഉണ്ട്, അനക്ഡോട്ടൽ റെക്കോർഡ്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്, ടെസ്റ്റുകൾ ഉണ്ട്, റൂബ്രിക്സ് ഉണ്ട്. അത് നമുക്ക് ടെസ്റ്റ് ആൻഡ് റൂബ്രിക്സ് വേറെ കൊടുത്തിരിക്കുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസും വരാറുള്ളതുകൊണ്ടാണ്. സോ ഇത് നമുക്ക് ജനം ഒരുമിച്ച് വേണമെങ്കിൽ കാണാം. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡാണ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ എപ്പോഴും ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഒരാൾ അറിയാതെ അയാൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെ? അപ്പൊ അത് യൂഷ്വലി അൺഇൻറ്റൻഷണൽ ആണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരാൾ കുറച്ച് എന്താ പറയാ ഗൗരവമായിട്ട് അല്ലെങ്കിൽ കുറച്ച് അറ്റൻഷൻ കൊടുത്ത് ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സംസാരിക്കുകയാണോ? അല്ല, നമ്മൾ കുറച്ചുകൂടെ എംഫസിസ് കൊടുക്കുന്ന എന്തിനാണ്? ലിസൺ ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ അതിൽ എന്ത് ചെയ്യാണ്? ലിസൺ ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അസസ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം. അവരുടെ നാച്ചുറൽ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്തൊരു ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ കുട്ടികളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ഓർ വെയർ യു ആർ ഒബ്സർവിങ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ. അപ്പം പലതരം ഒബ്സർവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ്? നാച്ചുറൽ ഒബ്സർവേഷൻ. നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടി അങ്ങനെ നാച്ചുറൽ സിനാരിയോയിൽ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ ആ കുട്ടി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്?
നാച്ചുറൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ഒബ്സർവേഷൻ അല്ലാതെ എന്ത് തരം ഒബ്സർവേഷൻ ഉണ്ടാവാം? ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലും നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്യാം. സോ ആർട്ടിഫിഷ്യൽ ഒബ്സർവേഷനും ഉണ്ടാകാം. പിന്നെ രണ്ടാമത്തതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ നമ്മൾ ആ ഒബ്സർവേഷൻ പ്രോസസ്സിന്റെ ഒരു പാർട്ട് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു കുട്ടിയുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യാന് നമ്മൾ ആ കുട്ടി എന്താണ് ഒരു കളിക്കുന്ന സിറ്റുവേഷനിൽ കൊണ്ടുവന്നു, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തു. ആ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ നമ്മളും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ അതേ കാര്യം തന്നെ ആ കുട്ടി എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ പെർഫോം ചെയ്യുന്നതെന്ന് ദൂരെ മാറി നിന്നാണ് ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുക ചെയ്യുന്നത്, അല്ലാതെ അതിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഓക്കെ. അപ്പം നമ്മളിപ്പം ചില കാര്യങ്ങൾ ക്രിമിനൽ റെക്കോർഡൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണോ ഒബ്സർവ് ചെയ്യുക? അല്ല, നമ്മൾ പുറത്തു നിന്ന് മാറി നിന്നായിരിക്കും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെയുള്ള ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പം എന്താ പറയുക, പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങോട് കൂടി എന്തൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യണം എന്നൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരാളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയും. എന്നാൽ ജനറലി നമ്മൾ ഒരു ഫ്രീ സിറ്റുവേഷനിൽ നമ്മളിപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാര്യം കണ്ടു. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്താ പറയാ ഒരു വയസ്സായ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു. ഓക്കെ, അതെന്താണ്? അൺസ്ട്രക്ചേർഡ്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് നാച്ചുറൽ എൻവയോൺമെന്റ് ആവാം, അല്ലാതെയും ആവാം. അതിന് നമുക്ക് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വേണമെങ്കിൽ എന്താവാം? പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലോ അപ്പൊ കളിയിൽ ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് വെറുതെ നോക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് എന്തില്ല? പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ചെക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ഉണ്ട്, അതേപോലെ പാർട്ടിസിപ്പന്റ് നോൺ പാർട്ടിസിപ്പന്റ് ഉണ്ട്, സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ഉണ്ട്, ആൻഡ് ഫൈനലി വി ഹാവ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ എനിക്കാണ് അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ. എന്നാൽ ഞാൻ എവിടുന്നേലും ഡേറ്റ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ പറയുന്നതാണ് എന്ത്? ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, സോ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരാളെ നമ്മൾ നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റിംഗിൽ നമ്മൾ സമയം കൊടുത്ത് അവരെന്താ ചെയ്യുന്ന എന്നുള്ളത് ലിസൺ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷനിൽ നമുക്കൊരു 3 ടൈപ്പ് ബേസിക്കലി പറയാം. നാച്ചുറൽ ആർട്ടിഫിഷ്യൽ ഉണ്ട്, പാർട്ടിസിപ്പന്റ് നോൺ പാർട്ടിസിപ്പന്റ് ഉണ്ട്, സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒബ്സർവേഷനിലെ സ്റ്റെപ്സ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയുണ്ട്? ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ ഒബ്സർവേഷൻ ഒരു പ്ലാനിങ് വേണം, അല്ലെ? നമ്മളിപ്പോ ഒബ്സർവ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിനൊരു പ്ലാനിങ്, നമുക്ക് പ്രോപ്പർ പ്ലാനിങ് വേണം. അതിനെന്തൊക്കെ ഉണ്ടാവും? ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, എത്ര നേരത്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്, എന്ത് ചെക്ക് ലിസ്റ്റോ ടൂളോ എന്താ ഞാൻ ഉപയോഗിക്കുക, എങ്ങനെ ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒബ്സർവേഷനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ നോട്ട്സ് എടുക്കുകയോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്യുകയോ ഫോട്ടോ എടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സിക്യൂഷനിൽ ചെയ്യും. ഈ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ എവിഡൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കോൺസിക്വൻസസ് എന്താണെന്നുള്ള ഒരു ഇന്റർപ്രിറ്റേഷൻ കൊണ്ടുവരണം. അതേപോലെ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പോർട്ടും ചെയ്യണം. സോ റിപ്പോർട്ടും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ പ്രോസസ് എന്താവുന്നത്? പൂർണ്ണമാവുന്നത്. ഓക്കെ, ഈ മെത്തേഡിനുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ അവരുടെ നാച്ചുറൽ സെറ്റിംഗ്സിൽ തന്നെ ഒബ്സർവ് ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ വരുന്നുണ്ട്, അല്ലെ? അപ്പം എന്താ പറയാ, കുറച്ചുകൂടി നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് അവിടെ ഒരു പാർട്ടിസിപ്പന്റിനെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ എന്താണ്? പാർട്ടിസിപ്പൻസിന്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. Okay, so it gets a better idea of not only what people do but also how and why they do it. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് നാച്ചുറൽ സെറ്റിംഗ്സിലാണ് നടക്കുന്നത്, അതേപോലെ നാച്ചുറൽ ആയിട്ട് അയാൾ എന്ത് ചെയ്യാം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ അത്തന്റിക് ആയിട്ടുള്ളൊരു ഒബ്സർവേഷനിലൂടെ നമുക്ക് ഒത്തന്റിക് ആയിട്ടുള്ളൊരു ഡേറ്റ കളക്ട് ചെയ്യാം.
ഓക്കെ. പിന്നെ എന്താണ് നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ എന്താണ് കുറച്ചുകൂടെ ചീപ്പറാണ്, ക്വിക്കറാണ്, ടൈം കൺസ്യൂം ചെയ്യുന്നില്ല അധികം. ഓക്കെ, റിസോഴ്സസും കുറവ് മതി. സോ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലുണ്ട്. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, അത് നല്ല എന്താ പറയാ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചേർഡ് വേയിൽ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചില മൂഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആ ഒരു മൂഡ് അനുസരിച്ച് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിട്ട് വരുന്നത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മിസ്ഇന്റർപ്രറ്റ് ചെയ്തു പോകും. ഓക്കെ. സോ പിന്നെ വേറൊന്ന് വരുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പിനെ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതൊരു പാർട്ടിസിപ്പന്റിന്റെ റിസർച്ച് ആയിട്ട് വരാനുള്ളതും കുറച്ചുകൂടെ പാടായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്തതാണെങ്കിലോ എന്നുള്ളൊരു ഒരു ഡിഫറൻസ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, റിസർച്ചർ പാർട്ടിസിപ്പന്റ് ആണോ അല്ലയോ എന്ന് ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ എന്താ പറയാ ഒത്തന്റിസിറ്റി കുറയും. കാരണം നമ്മളിപ്പം ഞാൻ പറയാം, ഇപ്പം ടീച്ചർ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറും കുട്ടികൾ തന്നെ കളിക്കുമ്പോൾ അവരുടെ ബിഹേവിയറും എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ പാർട്ടിസിപ്പന്റിന്റെ ബിഹേവിയർ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ വേരി ചെയ്യാം. ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഒരു എന്താ പറയാ 2-3 ഡിസഡ്വാൻറ്റേജസും നമുക്ക് എന്ത് പറയാം ഈ ഒരു ഒബ്സർവേഷൻ മെത്തേഡിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. Okay, so this is about the observation method.